എല്ലാ കൂട്ടുകാർക്കും ബ്രിഷ്ഫിൽ ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീറോ ഡൗൺ പേയ്മെന്റിന് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന വാഹനം എക്സ്റ്ററിന്റെ SX ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. എക്സ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റ് ഈ SX വേരിയന്റ് ആണ്. ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. എക്സ്റ്ററിന്റെ SX ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ട് എക്സ്റ്റീരിയർ ഫീൽ ചെയ്യും. അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ബ്ലൂയിഷ് കളറാണ് വരുന്നത്. ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം, ലോ ബീം അതിൻ്റെ അകത്ത് തന്നെ കാണാം. ഫോഗ് ലൈറ്റ് കാണുന്നത് തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് H ഷേപ്പിലുള്ള LED DRLs കാണാം. അതിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്, അത് ഹാലജനായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ 185 mm ആണ് എക്സ്റ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനടുക്ക് എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബാജിങ് കാണാം. ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൻ്റെ ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ആൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അലോയ്സ് വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ടയർ സൈസ് നോക്കുവാണെങ്കിൽ 185/70/15 ആണ് ടയർ സൈസ്. ഫ്രണ്ട് ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മിറേഴ്സിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ലുക്ക്. വശങ്ങളിൽ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോണത് കാണാം. സീവിഷ് ലുക്ക് വരാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് റിപ്രസൻസ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത്. റൂഫ് റെയിൽസ് കാണാം, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സൗണ്ട് റൂഫിനകത്ത് വരുന്നുണ്ട്. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ലുക്ക്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ് എക്സ്റ്റർ. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് വൈപ്പേഴ്സും വരുന്നില്ല എന്നുള്ളതാണ്. ബാക്കിൽ സ്പോയിലർ വരുന്നുണ്ട്. റൂഫ് റെയിലോട് കണക്റ്റ് ആയിരിക്കുന്ന രീതിയിലാണ് സ്പോയിലർ വരുന്നത്. ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് D4 ഗ്ലാസ് ആണ്, വൈപ്പർ വരുന്നില്ല. എക്സ്റ്റർ ഹിൻഡയുടെ ലോഗോ. ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ആയിട്ടാണ് വരുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. അകത്ത് ഹാലജനായിട്ടാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഹാലജനായിട്ടാണ് വരുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. ഇവൻ്റെ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 360 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാൽസെറ്റർ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ വരുന്ന 185/70/14 ആണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ഇന്റീരിയർ ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. ഇപ്പോൾ ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. സോഫ്റ്റ് ടച്ചിനുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. 4 പൗണ്ടർ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സ്പീക്കർ ബില്ല്, ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ബാക്ക് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിൽ ലെതറും സെൻട്രൽ ഒരു ഫാബ്രിക് ഫിനിഷാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെപ്പറിൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇനി അകത്തെ ഫീച്ചേഴ്സ് ഞങ്ങളും ചെക്ക് ചെയ്യാം. ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റിൽ വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഈ വേരിയന്റിൽ എക്സ്റ്റർ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ലെതർ ആപ്ഡ് അല്ല, നോർമൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. താഴെ സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്റ്റന്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയർ വീലിൽ നമുക്ക് ടിൽറ്റ് ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ടെലിസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇടവശത്ത് ഇത് AMT ആയതുകൊണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് കാണാം. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്റർ, മാപ്പ് മീറ്റർ എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ആവറേജ് ഫ്ലൂ ഡിസ്റ്റൻസ് 20, അങ്ങനെ TPMS, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിൻഡയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടെ ക്യാമറയാണ്. പാർക്കിംഗ് സെൻസർ നമുക്ക് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതിൻ്റെ താഴെയായി EC വെൻസ് കൊടുത്തിരുന്നു. നടുക്കായിട്ട് ഹസാലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്.
ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ AMT ഗെറിലർ കാണാം. ടോപ്പിൽ ഒരു പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് താഴെയായി നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം കംഫർട്ടായിരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ്രസ്റ്റോടെ സീറ്റുകളാണ്. വശങ്ങളിൽ ലെതർ ഫിനിഷ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിൻ്റ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ്, കോർണർ സൈഡ് സമയത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs, റീഡിംഗ് ലൈറ്റുകളെല്ലാം ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡ് സമയത്ത് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. പിന്നെ എക്സ്റ്ററിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് സിംഗിൾ പെയിൻ സൺറൂഫ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ആ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വേറെ പ്രത്യേക ഫീച്ചേഴ്സ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യൻ ലുക്ക്. ഈ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് വരുന്നത്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ്സ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ബില്ല്, ബോട്ടിൽ ഓർഡേഴ്സ്, ബാക്കിലേക്ക് AC വെൻസ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈപ്പ് ബോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് കാൽസെറ്റിന് ഓപ്ഷൻ വരുന്നുണ്ട്. സെൻറ്റർ ആംസ്റ്റോണും അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗറും ലെയറും കാണാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളും സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നെവർ നിന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. അത്യാവശ്യം ഹൈറ്റുള്ള വാഹനമാണ് എക്സ്റ്റർ. വളരെ വാട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. നമുക്ക് സ്പ്രിൻ്റ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് 2 വശത്തും വരുന്നത്. ബാക്കിലേക്ക് പാൾ സെറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോഴും ബേസ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ അത്യാവശ്യമായിട്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സിനകത്ത് എക്സ്റ്ററിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ എക്സ്റ്ററിൻ്റെ ട്രാൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ VT പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 82 HP ആണ് പവർ. 117 ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഒരു എഞ്ചിനാണ് എക്സ്റ്ററിൽ വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ, വിത്ത് 5 സ്പീഡ് AMT. എക്സ്റ്ററിൽ നിങ്ങളൊക്കെ പറയേണ്ട കാര്യം മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ റിയൽ ലൈഫിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24.25 km/ലിറ്റർ ആണ് മൈലേജ് വരുന്നത്. ഇനി ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്റ്ററിൽ നമുക്ക് 95,000 രൂപ വരെയാണ് എക്സ്റ്ററിൻ്റെ ഇയർ ആൻഡ് പ്രൊമോഷൻസ് വരുന്നത്. നമുക്ക് എക്സ്റ്ററിൻ്റെ ഓഫറിൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 45,000 രൂപ, ഗവൺമെൻറ് ബ്രോയ്സിന് ഏകദേശം 45,000 രൂപ ലഭിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 20,000 രൂപ, കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപ. എക്സ്റ്ററിൻ്റെ ബേസ് വേണ്ടായ EX മാനുവൽ വേരിയൻറ്റിന് 6,36,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം. GST ബെനിഫിറ്റ് അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് എക്സ്റ്റർ ഓൺ റോഡ് ഇറക്കാൻ പറ്റിയിരുന്നു. GST പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. ബേസ് വേണ്ടായ EX ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ 7,36,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി SX വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ SX മാനുവൽ 9,36,000 രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം. SX ഓട്ടോമാറ്റിക് 9,40,000 ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോർ ആൻഡ് മോർ ഇൻഫോർമേഷൻസിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ ബൈ ബൈ.